Hi friends, welcome back to Dian's Paradise. Hope you all are doing good. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഞങ്ങൾ വടകരയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓൺ ദ വേ ഒരു ലേക്ക് കണ്ടു. ഈ ലേക്കിൻ്റെ പേരാണ് പെരുമ്പാടി ലേക്ക്. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ നല്ലൊരു വ്യൂ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാണ് നിർത്തി ഞങ്ങൾ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചത്. ഇത് റോഡിൻ്റെ ഒരു സൈഡത്തെ വ്യൂ ആണ്. ഓപ്പോസിറ്റ് സൈഡത്തെ വ്യൂ ഞാൻ കാണിച്ചു തരാം. ഇതാണ് റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡത്തെ വ്യൂ. ഒരു ചെറിയ ബ്രിഡ്ജാണിത്. നല്ലൊരു വ്യൂ കണ്ടപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ നിന്ന് സൈഡിൽ പാർക്ക് ചെയ്തിട്ട് വീഡിയോ എടുത്തതാണിത്. പ്രീവിയസ് വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു കൂർക്കിൽ നിന്ന് ഞങ്ങൾ നേരെ പോകുന്ന എൻ്റെ വീട്ടിലേക്കാണെന്ന്. ഇവിടുന്ന് ഒരു 4 hours ജേർണിയാണ്. അപ്പം കാട്ടിൽ കൂടുതൽ വഴികളായിരുന്നു, കൂടുതലും ഹെയർ പിന്നുകളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് നല്ല ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഈ വഴിയിൽ കൂടെ പോകുന്നത്. ഇടയ്ക്ക് ഒരു ചെറിയ മങ്കീസിൻ്റെ ഗ്രൂപ്പൊക്കെ കണ്ടു. റോഡിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ വണ്ടി കണ്ടപ്പോൾ വേഗം സൈഡിലേക്ക് മാറിയതാണ്. ഇതപ്പോൾ കേരള ബോർഡർ ക്രോസ് ചെയ്തു. എവിടെ നിന്ന് വരികയാണെങ്കിലും കേരള ബോർഡർ എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. അതുതന്നെ അടുത്തൊരു തട്ടുകട ഉണ്ടായിരുന്നു. അവിടെ കയറി ഞങ്ങൾ കുറേ സ്നാക്സൊക്കെ കഴിച്ചു. അവിടെ എന്ന് പറഞ്ഞാൽ ഒരുപാട് വെറൈറ്റീസ് ഉള്ള സ്നാക്സ് ആയിരുന്നു. അത് മലബാറിൻ വെറൈറ്റി സ്നാക്സ് എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും അറിയാലോ, കുറേ ഐറ്റംസ് ഉണ്ടാവും. അവിടെ ഇറങ്ങി ഒരു ടീ സ്നാക്സ് കഴിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തത്. നാടെത്തിക്കഴിഞ്ഞാൽ തന്നെ ഒരു പ്രത്യേക ഫീലിംഗ് ആണ്. ലാൻഡ്സ്കേപ്പ് തന്നെ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. നമ്മൾ പൊതുവേ നമ്മുടെ സിറ്റി ലൈഫിനെയും കാട്ടിയൊക്കെ അവിടുത്തെ തെങ്ങും വാഴകളൊക്കെ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ഫീലിംഗ് ആണ്. നേരെ പോയത് എൻ്റെ വീട്ടിലേക്കല്ലായിരുന്നു. കാരണം ഞാൻ ഫോൺ ചെയ്ത് ചോദിച്ചപ്പോൾ അച്ഛനും അമ്മയും ചേച്ചിയുടെ വീട്ടിലാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ നേരെ ചേച്ചിയുടെ വീട്ടിലേക്കാണ് പോയത്. പിന്നെ നാട്ടിലത്തെ എല്ലാ വിശേഷങ്ങളൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഞങ്ങൾ കുറച്ച് ദിവസം അവിടെ ഉണ്ടായിരുന്നുള്ളൂ, ഹാർഡ്ലി ഒരു 1.5 ദിവസം. അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ മൊമെൻറ്റ്സും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇതെൻ്റെ ചേച്ചീൻ്റെ മോളാണ് തമ്പുരു. ഞങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അന്ന് വേറെ കാര്യമായിട്ടൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അന്ന് വൈകുന്നേരം അച്ഛനൊരു സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കി. അച്ഛൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ഡിഷ് എന്ന് പറയുന്നത് ഈ ജിഞ്ചർ ചിക്കൻ. ചെറുപ്പത്തിൽ അച്ഛൻ ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇത് തന്നെ ഉണ്ടാക്കുന്നത് വീട്ടിലെന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതിൻ്റെ റെസിപ്പി കൂടെ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. 7-8 പച്ചമുളക്, ഏകദേശം 100 ഗ്രാം വെളുത്തുള്ളി, 50 ഗ്രാം ഇഞ്ചി, 5-6 വലിയ സവോള, ഒരു പിടി മല്ലിയില, അതേ അളവിൽ തന്നെ പുതിനയില, 100 ഗ്രാം ബട്ടർ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ റിഫൈൻഡ് ഓയിൽ യൂസ് ചെയ്യാം, 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഇല്ലെങ്കിൽ തക്കാളി ജ്യൂസ് ആകാം, 2 കിലോ ചിക്കൻ. ഇതെല്ലാം കൂടാതെ കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് സോയാ സോസും വേണം. ആദ്യം തന്നെ സവോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില, പുതിനയില ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഇത് അരച്ചെടുത്ത് റെഡി ആയിട്ടുണ്ട്. അതിന് ശേഷം ഒരു പാൻ ചൂടാക്കണം. എന്നിട്ട് അതിലേക്ക് 50 ഗ്രാം ബട്ടർ ആഡ് ചെയ്യാം. ബട്ടർ യൂസ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അതിൻ്റെ പകരം 2-3 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ യൂസ് ചെയ്യാം. എന്നിട്ട് എണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ചിക്കൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ചിക്കനിൽ ആവശ്യമുള്ള ഉപ്പ്, സോയാ സോസും പിന്നെ പൊടിച്ച് വെച്ചിരിക്കുന്ന കുരുമുളക് കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കുക. ചിക്കൻ വേകുന്ന സമയം കൊണ്ട് വേറൊരു പാൻ ചൂടാക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ബട്ടറിൻ്റെ പകുതി ബട്ടർ കൂടെ ആഡ് ചെയ്യുക. ബട്ടർ മെൽറ്റായി കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ഓണിയൻ, ജിഞ്ചർ ഗാർലിക് അതിൻ്റെ പേസ്റ്റ് എല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്യുക. ഓണിയൻ്റെയും ഇഞ്ചി വെളുത്തുള്ളീൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് പോകുന്നവരെ നന്നായിട്ട് ഫ്രൈ ചെയ്യണം. അതുകൂടാതെ അതിലെല്ലാം എക്സസ് ആയിട്ടുള്ള വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം വറ്റി വരുന്നത് വരെ നന്നായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം.
ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം. ഇതിൽ വേറെ നമ്മൾ വെള്ളമൊന്നും ചേർക്കാൻ പോകുന്നില്ല. കാരണം ചിക്കൻ വെന്ത് വരുമ്പോൾ തന്നെ അതിൻ്റെ അകത്തു നിന്ന് കുറച്ച് വെള്ളം വരും. അതാണ് നമ്മൾ ഇതിലേക്ക് ലിക്വിഡായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ ഏകദേശം ഈ മസാല ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിനെ ചിക്കനിലേക്ക് നമുക്ക് പകർത്തി എല്ലാം കൂടെ ഒന്നിച്ച് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കണം. ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കാൻ ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ ഒരു തക്കാളി അരച്ച് അതിൻ്റെ ജ്യൂസ് ചേർത്താൽ മതി. അതിൻ്റെ കൂടെ ഒരു നുള്ളു പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുത്താൽ മതി. ഇതിപ്പം ഗ്രേവി ഏകദേശം തിക്കായിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് കുരുമുളക് പൊടി ചേർക്കാം. എന്നിട്ട് ഇതൊന്നും കൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ച് മല്ലിയില മേലെ കൂടെ ഗാർണിഷിന് വേണ്ടിയിട്ട് സ്പ്രെഡ് ചെയ്യുക. എന്നിട്ട് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കുക. അപ്പോൾ ജിഞ്ചർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പി തന്നെയല്ലേ. അതുകൂടാതെ ഇത് അത്രയ്ക്കും ടേസ്റ്റിയാണ്. പിന്നെ ഒരുപാട് മസാലകളൊന്നുമില്ല. ഒക്കെ ഫ്രഷ് ആയിട്ടുള്ള നമ്മുടെ ഹെർബ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ കോമ്പിനേഷൻ ഭട്ടൂര, പൂരി, ചപ്പാത്തി, അപ്പം, പൊറോട്ട എല്ലാത്തിൻ്റെയും കൂടെ സൂപ്പർ കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടമായെങ്കിൽ എന്നെ കമൻറ്റ് സെക്ഷനിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അച്ഛൻ്റെ ഹെൽപ്പറായിട്ട് കൂടെ നിൽക്കുന്ന ചേച്ചിയുടെ മോനാണ്. സ്പർശ് എന്നാണ് ആളെ പേര്. ഞങ്ങൾ സ്നേഹത്തോടെ വിളിക്കുന്നത് മോനൂസ് എന്നാണ്. നെക്സ്റ്റ് ഡേ വൈകുന്നേരം തന്നെ ഞങ്ങൾ തിരിച്ചു പോരുമായിരുന്നു. അതുകൊണ്ട് കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾക്ക് വീട്ടിൽ. നെക്സ്റ്റ് ഡേ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് പൂരിയായിരുന്നു. ഞാൻ പൂരിൻ്റെ കൂടെ ഇന്നലത്തെ കുറച്ച് ബാക്കിയുള്ള ജിഞ്ചർ ചിക്കൻ ചേർത്തിട്ടാണ് കഴിച്ചത്. സെയിം ഡേ ഈവനിങ് തന്നെ ഞങ്ങൾ ചെന്നൈയിലേക്ക് തിരിക്കാനായിരുന്നു പ്ലാന്. അതുകൊണ്ട് എനിക്ക് അതിനാ സമയം ഉണ്ടായിരുന്നില്ല വീട്ടിൽ. പക്ഷേ എനിക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. വീട്ടിലേക്ക് കുറച്ച് ആവശ്യമുള്ള പാത്രങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ചേച്ചിയും മോളും കൂടെ കടയിലേക്ക് പോവുകയാണ് ചെയ്തത്. നേരെ വടകര ടൗണിൽ അവിടെ ഒരു ഹോൾസെയിൽ ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞു ചേച്ചി. അപ്പോൾ ചേച്ചി സ്ഥിരം അവിടെ നിന്ന് സാധനങ്ങളൊക്കെ മേടിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ അങ്ങോട്ടേക്കാണ് പോയത്. അങ്ങനെ ഒരുപാട് ഷോപ്പിംഗ് ഒന്നുമില്ല. എനിക്കൊരു അലുമിനിയത്തിൻ്റെ ചെമ്പ്, അതിൻ്റെ അടപ്പും, അതുകൂടാതെ ഒരു ചിരട്ട കയ്യിൽ, മൺചട്ടി, ഇരുമ്പിൻ്റെ ചീൻചട്ടി, കത്തി, ഭരണി, അങ്ങനത്തെ കുറേ ഐറ്റംസുകൾ എൻ്റെ ലിസ്റ്റിലുണ്ടായിരുന്നു. അപ്പോൾ നാട്ടിൽ പോവുകയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ ചേച്ചി പറഞ്ഞു അടുത്തുള്ളൊരു കടയുണ്ട്, ചേച്ചി സ്ഥിരമായിട്ട് വാങ്ങുന്നതാണ്. അങ്ങനെ അവിടെ പോയി നോക്കി നോക്കാൻ പറഞ്ഞിട്ടാണ് അവിടേക്ക് പോയത്. പിന്നെ ഞാനൊരു പുട്ടും കുറ്റി, അതിൻ്റെ കൂടെയുള്ള ഒരു ചെറിയൊരു കുടം കൂടെയുള്ള ഒരു സെറ്റും വാങ്ങി. എൻ്റെ അടുത്ത് നേരത്തെ ഉള്ളത് കുക്കറിൻ്റെ മേലെ വെക്കുന്ന ടൈപ്പായിരുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായപ്പോൾ ഞാൻ ഇതും എടുത്ത്. ഈ ചെമ്പാണ് ഞാൻ വാങ്ങിയത്. അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കൂടെ കഴിഞ്ഞപ്പോൾ എല്ലാവരും കുറച്ച് ക്ഷീണിച്ചു. അപ്പോൾ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പം തമ്പുരും പറയുന്നുണ്ടായിരുന്നു വന്നപ്പോൾ തൊട്ട് ബർഗർ കഴിക്കണമെന്ന്. അങ്ങനെ നേരെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ് ചെയ്തത്. അങ്ങനെ ഇവിടുത്തെ സ്നാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നേരെ എൻ്റെ വീട്ടിലേക്ക് പോകാമെന്നായിരുന്നു പ്ലാന്. കാരണം പെട്ടെന്ന് ഞങ്ങൾക്കൊരു ചെറിയൊരു പ്ലാനിൽ ചേഞ്ച് വന്നതെന്ന് വെച്ചാൽ അച്ഛനും അമ്മയും കൂടെ ചെന്നൈയിലേക്ക് ഞങ്ങൾ കൂടെ വരുന്നുണ്ടെന്നായിരുന്നു. അപ്പോൾ നേരെ അവരെയും കൂട്ടി അവിടുത്തെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് അവരെ പിക്ക് ചെയ്തിട്ട് ചേച്ചീനെയും മോളെയും വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്തിട്ടാണ് ഞങ്ങൾ പോകാൻ തീരുമാനിച്ചത്. ഇതപ്പോൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ മൈസൂരിൽ നിന്ന് വാങ്ങിയൊരു ഫ്ലൂട്ട് കാറിലുണ്ടായിരുന്നു. അത് തമ്പുരു കണ്ടപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമായിരുന്നു, പ്ലേ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന്. അങ്ങനെ വീട്ടിലെത്തി. പെട്ടെന്നുണ്ടായ പ്ലാൻ ആയതുകൊണ്ട് അമ്മ വേഗം തന്നെ ടെറസിൽ പോയിട്ട് ചെടികൾക്കൊക്കെ വെള്ളം കൊടുക്കാനാണ്
പോയത്. കാരണം എന്ന് വെച്ചാൽ പിന്നെ കുറേ ദിവസത്തേക്ക് വെള്ളമൊന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ അവിടുത്തെ ഗാർഡനിങ് എല്ലാം കഴിഞ്ഞ് വേഗം തന്നെ ബാഗൊക്കെ പാക്ക് ചെയ്തിട്ട് ഞങ്ങൾ ചേച്ചിയും മോളെയും വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യാനാണ് പോയത്. ഇപ്പോൾ ഇറങ്ങാൻ നിൽക്കുകയാണ് ഞങ്ങൾ. യാത്ര പറച്ചിലാണ് ഇപ്പോൾ ഇവിടെ എല്ലാവർക്കും ബായൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ഇതിനെക്കാട്ടിയും കുറച്ചും കൂടെ എക്സൈറ്റ്മെൻറ്റും കുറേ പുതിയ വിശേഷങ്ങളൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. അതിൻ്റെ ഹൈലൈറ്റ്സ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ലാസ്റ്റിൽ. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് സെക്ഷനിൽ എഴുതി അറിയിക്കണം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ചെയ്യണം. അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നത് വരയ്ക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.